ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ സെറ്റായിട്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദുകുട്ടൻ ട്യൂഷന് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്കൊന്ന് കൊണ്ടുവിടണം. അപ്പോൾ നമ്മൾ താക്കോലൊക്കെ എടുത്ത് ഇവിടെ ഹെൽമെറ്റും എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തോ ഒരു ലുക്കായി പോയി കേട്ടോ. എന്തോ ഒരു നമ്മുടെ ഈ ആക്റ്റീവയിൽ കീ ഇട്ടിട്ട് കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഊരിപ്പോകും കേട്ടോ. കണ്ടോ, മീറ്റർ റണ്ണാകുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഈ രീതിയിൽ ഇതിങ്ങനെ ഊരിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ മടക്കി ചുരുട്ടി പോക്കറ്റിൽ ഇടുവേ. അപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം നല്ല തെന്നി അടിച്ച് കിടക്കുവാണ്. അപ്പോൾ നമ്മളവനെ കൊണ്ടുവിട്ടിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഒന്ന് വെട്ടാറായെന്ന് എനിക്കൊരു തോന്നൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് സ്പ്രെഡായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടിപ്പുവിനെ ഒന്ന് അവൻ്റെ പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ അവൻ അതിന് വേണ്ടിയുള്ള സോപ്പിടിയിലാണ് കേട്ടോ എന്നെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഷർട്ടൊക്കെ എന്നിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പോട്ട് വെച്ചൊരു പരിപാടിയുണ്ട്. ഈ കാണുന്ന നമ്മുടെ വയമ്പിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ പോട്ടിലേക്ക് ഒന്ന് മാറ്റി നടണം. അത്യാവശ്യം നല്ല വെയിലൊക്കെ അടിച്ച് ഒരു പരുവത്തിലാണ് ആ പ്ലാന്റ് നിൽക്കുന്നത്. എങ്കിലും വേണ്ട ആരോഗ്യമുണ്ട് കേട്ടോ. നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ കോഴിപ്പണ്ണി ഇവിടെ വന്ന് വെള്ളം കുടിക്കുവാണേ. അവിടെ എന്തൊക്കെയോ മൂളി ഞെരങ്ങിക്കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. ഈ കോഴി ഒരു സൗണ്ട് കേൾപ്പിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പോട്ടിൽ പകുതിയോളം മണ്ണ് നിറച്ചിട്ട് നമ്മുടെ പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഈ ഒരു ചോട്ടിൽ നിന്ന് തന്നെ 3 തൈയോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണ് ബാക്കിയുള്ള ഭാഗത്തോടെ ഫില്ല് ചെയ്ത് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ കോഴിപ്പണ്ണി ഇവിടെ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ദൂത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് പാലപ്പം ഗീബീസ് വരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ വൈകിട്ടത്തേക്ക് പിടി ഉണ്ടാക്കാനുള്ള ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഉരുട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഉരുട്ടിക്കോളാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചതാണ്. ചുമ്മാ ഒരു രസമാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദുക്കുട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ സ്കൂളിലേക്കുള്ളൊരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്തോ മാത്സിൻ്റെ എന്തോ ഒരു സ്റ്റിൽ മോഡൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ തിണ്ണയിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. നമ്മുടെ ഇസഡ് പ്ലാന്റ് എന്ന് പറയുന്നൊരു ചെടിയാണ്. അപ്പോൾ അതിൽ പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് പൂവ് ഇട്ടുമെന്ന് ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴിപ്പണ്ണ് വീണ്ടും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം അവളെ വീണ്ടും നമ്മൾ അഴിച്ചുവിടാൻ പോവാണ് കേട്ടോ. പുള്ളിക്കാരത്ത് ഒരു മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കൂട്ടിൽ. വീഡിയോയിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിലും കുറേ കാണിക്കാനുണ്ട്. ഒക്കെ വിട്ട് പോയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് നേരെ പറമ്പിലേക്കാണ് കേട്ടോ. നമുക്കിന്ന് കുറച്ച് പിഞ്ച് വെണ്ടയ്ക്കയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വൈകിട്ടത്തേക്ക് വെണ്ടയ്ക്ക ബജി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എന്നൊക്കെ അറിയണമെങ്കിൽ അമ്മയുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്തിരിക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗമൊന്നും ഞാൻ എടുക്കാത്തത് കേട്ടോ.